കണ്ണാടി കൈയിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ? കണ്ണാടി കൈയിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ? കണ്ണാടി കൈയിൽ കല്യാണം കണ്ടോ? കതിരോനെ പോലെ അവൻ എന്നെ തേടിയെത്തുമ്പോൾ, തളിരോല കൈനീട്ടും കതിരോനെ പോലെ അവൻ എന്നെ തേടിയെത്തുമ്പോൾ, പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ കിളിവാതിൽ പാതിയിലൂടെ കൺകുളിരെ ഞാൻ കാണും, കണ്ണോടു കണ്ണീറയും. കണ്ണാടി കൈയിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ? കണ്ണാടി കൈയിൽ കല്യാണം കണ്ടോ? നീനിത പരദാനിതവ മരി മാ പനിതവ മാപ മാപ സാ സാനി പനി സാരി സനി, നീനിത പദ പദ സദപ മരി മാ പനിതവ മാപ മമ പ സാ സാനി പനി സാരി സനി, നീ സാരി സാരി ഗരി സാരി നീ സാരി സാരി ഗരി സാ പരി രി സാ മാ പ സാ സരി സരി പവ മാ പവ ഗരി ഗരി സനി നീ സാനി സരി ഗരി സാനി നിധ പ. കണ്ണാടി കൈയിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ? കണ്ണാടി കൈയിൽ കല്യാണം കണ്ടോ? Beautiful. Nice. Nice, Mola. Very good. Sneha, beautiful song. താങ്ക് യു. ചോദിക്കാം ചേച്ചി. Beautiful. താങ്ക് യു മാം. ആസ് യൂഷ്വൽ മോളുടെ ശബ്ദം മനോഹരമാണ്, നന്നായി പാടി. നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മളൊരു പാടത്തെ കൂടെയൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ആ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ കൊണ്ടുവരുന്നൊരു പാട്ട്. എന്നാലും കുറച്ച് ഇപ്രാവശ്യത്തെ പെർഫോമൻസിൽ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നിയത്, കതിരോലും പോലെ അനുപല്ലവിയുടെ തുടക്കം അവിടെയൊക്കെ കുറച്ചുകൂടി ഒന്നൊരു പെർഫെക്ഷൻ ആവാമായിരുന്നു. ആ സംഗതി ഒന്ന് പെർഫെക്റ്റായി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി.
അതുപോലെ കൺകുളിരേ, കൺ, ഈ പല്ലവിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നത് ചെറുതായിട്ടുള്ള ശ്രുതി, ചെറിയ ഇംപെർഫെക്ഷൻസ് മാത്രമാണ്. അല്ലാതെ ഇത് ഒരു വലിയൊരു സംഭവമായി പറയുകയല്ല. കാരണം മോളുടെ സിംഗിങ് വാസ് വെരി ഗുഡ്. നല്ല വോയിസ് ടോണാണ്, നല്ല ഹാപ്പി ആയിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇതിൽ ആ സ്വരങ്ങൾ പാടുമ്പോഴും നീ നിഷാദം വരുമ്പോഴും അത് കുറച്ചുകൂടി ഒന്ന് ടച്ച് ചെയ്യാമായിരുന്നു. ഒന്ന് പാടുമോളത്? നീ നീ നിദ പദദ നിദ പമരി മാ പനി ദ പമ പ മാ പ സ സ നി പ നി സ സ നി പ നി സ നി സ നി സ നി സ നി. അടുത്ത ലൈൻ. നീ നീ നിദ പദ പദ സദ പമരി മാ പനി ദ പമ പ മമ പ സ സ നി പ നി സ നി സ നി. നീലാണ് മെയിൻ, നീലാണ് പ്രശ്നം വരുന്നത്. ഒന്ന് നെക്സ്റ്റ് ലൈൻ എന്താണ്? നീ സ നി സ രി ഗ രി സ സ നീ സ നി സ രി ഗ രി സ നി നീ സ നി സ രി ഗ രി സ പ രി രി സ മ പ സ സ നി സ രി പ പ മ പ മ ഗ രി ഗ രി സ നി നീ സ നി സ നീ സ നീ നീ സ നി സ രി ഗ രി സ നി നി ദ പ. ഗുഡ്. അപ്പം അത് ആ സ്പീഡിൽ പാടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ആ വാക്കുകൾ പാടുമ്പോഴും സ്വരങ്ങൾ പാടുമ്പോഴുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ ഒരുപാട്. സ്വരം വരുമ്പം പ്രത്യേകിച്ചൊരു ശ്രദ്ധയിലേക്ക് പോകും. തലയ്ക്കകത്തോടെ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഈ സ്വരം. എന്തായാലും നൈസ് അറ്റംപ്റ്റ് മോളെ, നന്നായി തന്നെ പാടിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, സുന്ദരിയായിട്ട്. Thank you, ചേച്ചി. ശരത് സാർ. സ്നേഹ, സർ அருமையான பாடல். ഓഹോ, மிக்க அருமையாக பாடியிருக்கேன். ഓഹോ, ഉഗ്രം പാട്ടടാ. ആഹാ, ഇത് രസം. മലയാളമാണ്, കേരളത്തിന് വേണ്ടി ചെയ്തതാണ്. അതായത് കേരള തനിമയുണ്ട് ഈ പാട്ടിന്, അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു സംഭവം കാക്കാത്തി കിളിയെ എന്നുള്ള ആ സംഗതി എന്താണ് പാടുന്നത്? അതാണ് എന്റെ സ്കാൻ. അത് ശരിയായിക്കണം കേട്ടോ. ഇതൊക്കെ ഒരു എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു ഐറ്റം അല്ലേ. പിന്നെ ബാക്കിയൊക്കെ നല്ല രസം. പക്ഷെ എനിക്ക് ഇപ്പം ഈ അനുപല്ലവി തുടങ്ങുമ്പോഴൊന്നും ഒരു കൺട്രോൾ ഫീൽ ചെയ്തില്ല. പാടി അങ്ങ് ശരിയായെന്നേ ഉള്ളൂ. സാധാരണ സ്നേഹ പാടുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ മുൾമുന പോലെ ആ ശബ്ദം വെച്ചിട്ട് ഒരു കീറങ്ങ് കീറും അല്ലേ. അത് ഇപ്രാവശ്യം എനിക്ക് അതങ്ങനെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തില്ല. പിന്നെ കിളിവാതിൽ കൺകുളിരെ, കിളിവാതിൽ പാതിയിലൂടെ കൺകുളിരെ ഞാൻ കാണും, കണ്ണോട് കണ്ണിറയും. ഗുഡ്, സന്തോഷം. പിന്നെ അതുകൊണ്ട് എനിക്ക് ആ സ്വരം രണ്ടാമത്തെ ഒന്ന് പാടുകയോ? മാപ്പാസ, അത് കഴിഞ്ഞിട്ട് അതെന്താണത്? അത് വൃത്തിയായിട്ട് പാടാമോ? ഗുഡ് 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 നന്നായിട്ട് തന്നെ പാടി. പക്ഷേ എനിക്ക് സ്നേഹ മുമ്പ് പാടുന്ന ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് അത് കിട്ടിയില്ല. മൊത്തത്തിലൊരു ചളുക്കോത്സവം അവിടെ ഇവിടെ ഉണ്ട്. അതൊന്നും മാറ്റാം. ശരിയാക്കുമോ അടുത്ത വട്ടം വരുമ്പോൾ? ഏറ്റവും വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം പെണ്ണുങ്ങൾക്ക് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. സ്നേഹ നന്നായിട്ട് പാടി മോളെ. ഇപ്പം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പറഞ്ഞു. എനിക്ക് ജസ്റ്റ് ഒരു കാര്യം മാത്രം, ഇപ്പം പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ, അത് മോളെ എനിക്കൊന്ന് പാടിത്തരുമോ? ഓക്കെ, അതൊന്ന് മൈക്ക് ഒരു പൊടിക്കൊന്ന് അകത്തി വെച്ചിട്ടൊന്ന് പാടിയേ. ഓക്കെ, മോളുടെ വോയിസിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. അത് നമ്മുടെ ഹെഡ്ഫോൺസിൽ കൃത്യമായിട്ട് കേൾക്കുമ്പോൾ അത് ചെറിയൊരു ഷ്രിൽ ശബ്ദം, നല്ല ശബ്ദമാണ്, പാടുന്നത് അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്ക് ചിലപ്പോൾ ഒന്ന് അകറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടൂൺ, നല്ല സിംഗിങ്, നല്ല സോങ് സെലക്ഷൻ. ഈ പറഞ്ഞ പോലെ മണ്ണിൻ്റെ മണമുള്ള, കേരളത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള ഒരു പാട്ട്. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു താങ്ക് യു ഷാനിക്ക. MG സർ. സ്നേഹ സർ. ഇവരൊക്കെ പറഞ്ഞാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ലാസ്റ്റിൽ ഷാൻ പറഞ്ഞില്ലേ ആ മൈക്ക് പ്ലേസ്മെന്റ്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്നേഹ പാടുമ്പോഴത്തേക്ക് ശബ്ദത്തിൽ ഒരു പർട്ടിക്കുലർ ഒരു വരി പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ 2 സ്ഥലത്ത് ഒരു ഷാർപ്നെസ് കയറി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ സുഖം ചിലപ്പം നഷ്ടപ്പെട്ടു എന്നിരിക്കുക. അതുകൊണ്ട് മൈക്ക് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് വെച്ച് പാടുക. ഇപ്പം നേരത്തെ വന്ന ഒരു കണ്ടസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞതുപോലെ വളരെ ക്ലോസ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ മഫിൾഡ് ആവും, അപ്പം നമുക്ക് ക്ലാരിറ്റി കിട്ടത്തില്ല. ഇപ്പം സ്നേഹയുടെ വോയിസിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പം മൈക്ക് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് വെച്ച് പാടാം. കറക്റ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് പാടിയതിൽ ശ്രുതി അവിടെ ഇവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി എനിക്ക് ഫീൽ ചെയ്തു. അതായത് പാട്ട് കറക്റ്റാണ്, പക്ഷേ എങ്കിൽ ഒന്നുകൂടെ ഒരു ലയം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. വേറൊന്നുമല്ല, ഈ പാട്ട് 1,00,000 പ്രാവശ്യം അല്ല കേട്ടിരിക്കുന്നത്. കാരണം പണ്ട് പ്രോഗ്രാമിനൊക്കെ ഫീമെയിൽ സിംഗേഴ്സ് ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ടാണ് കണ്ണാടി കയ്യിൽ. അതുപോലെ ജോൺസേട്ടൻ്റെ കുറേ ലിസ്റ്റുണ്ട്, അതിനകത്തൊക്കെയുള്ള പാട്ടുകളായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. നന്നായിട്ട് പാടി. ഈ കാക്കാത്തി കിളിയെ ആ ഒരു ലോ പോർഷൻ വരുന്നുണ്ട്, അത് വരുന്നുള്ളതുകൊണ്ട് നല്ല റേഞ്ച് ഉണ്ടല്ലോ സ്നേഹയ്ക്ക്. ഒരു ഹാഫ് നോട്ട് കൂട്ടിയാൽ കുഴപ്പമുണ്ടോ? ഇല്ല സർ. അനുവേ മൈക്ക് ഡിസ്റ്റൻസ് ആയിട്ട് വെച്ചിട്ട് അതൊരു കോൺഫിഡൻസോട് കൂടി പാടും. കാരണം അതായത് കോൺഫിഡൻസ് വേണം, ഒരു ലയം വേണം, മനസ്സിലൊരു സ്നേഹം വേണം, ഒരു പ്രേമം വേണം എന്ന്, അതായത് ആ ഒരു അഫക്ഷനോട് കൂടി പാടും. കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ കാക്കാത്തിക്കിളിയേ ഉള്ളത്തിൽ ചെണ്ടുമല്ലി ഉള്ളത്തിൽ ചെണ്ടുമല്ലി ഉള്ളത്തിൽ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി പൂവെറിഞ്ഞു പൂവെറിഞ്ഞു പൂവെറിഞ്ഞൊരാളുണ്ടോ അഴകോലും തമ്പ്രാനുണ്ടോ തമ്പ്രാനുണ്ടോ അവിടെ ക്ലാരിറ്റി വരട്ടെ. അപ്പൊ അങ്ങനെയുള്ള ചിത്ര പാടിയിരിക്കുന്ന ഒന്നുകൂടെ കേട്ട് എങ്ങനെയാണ് അതിന്റെ ക്ലോസിങ്, അതായത് എൻഡിങ് ഒക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺസേട്ടന് പർട്ടിക്കുലറായിട്ട് എല്ലാ അക്ഷരങ്ങളും എൻഡ് ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് കേൾക്കണം. അവൻ എന്നെ തേടിയെത്തുമ്പോൾ എന്ന എക്സ്റ്റൻഷനാണ് ബോൾ, അത് കേൾക്കണം, അത് മസ്റ്റാണ്. അതുപോലെ മൈക്ക് ഡിസ്റ്റൻസ് വയ്ക്കുക. ഒരു പാടുമ്പോൾ എപ്പോഴും ഉള്ളിന്ന് മനസ്സിൽ നിന്നൊരു വികാരം വരണം, അപ്പോൾ ഒന്നുകൂടെ ശരിയാവും. പാട്ടൊക്കെ നന്നായിരുന്നു, വോയിസ് നല്ലതാണ്, നല്ല കോൺഫിഡൻസ് ലെവൽ ഹൈ ആണ്. ബട്ട് ഈ 2-3 കാര്യങ്ങൾ ഇവരൊക്കെ പറഞ്ഞു തന്നെ ഞാനും ഒന്നുകൂടെ അത് പോളിഷ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. സ്നേഹക്കുട്ടി മാം. 8.9. താങ്ക് യു. ഷാനിക്ക. മൈക്ക് ഇനി കറക്റ്റായിട്ട് പിടിക്കുമോ മോളെ? പിടിക്കാം സർ. പിടിച്ചാൽ മോൾക്ക് കൊള്ളാം കേട്ടോ. 8.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. MG സർ. 8.9. താങ്ക് യു സർ. ശരത് സർ. എന്തോ ഒരു 7.2. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 26.6. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം കേട്ടോ.